കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഓട്സ് ലഡു ആണ്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഓട്സ് ചേർക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് 4 തൊട്ട് 5 മിനിറ്റ് വരെ ഒന്ന് സോട്ട് ചെയ്യാം. കളർ ചേഞ്ച് ആവുന്നത് വരെ നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത ഓട്സ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോകരുത്. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ 1 കപ്പ് പൊട്ടുകടല ചേർക്കാം. പൊട്ടുകടലയും വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇനി നമുക്ക് പൊട്ടുകടലയും ലോ ഫ്ലെയിമിലിട്ട് 4-5 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കളർ ഒന്ന് ചേഞ്ച് ആവുന്ന വരെ, നല്ല ക്രിസ്പി ആവണ വരെ. ഇപ്പം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മൾ പൊട്ടുകടലയും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഈ പൊട്ടുകടല ചേർക്കാം. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് പൊടിക്കുന്ന മിക്സിയുടെ ജാർ വേണം എടുക്കാനായിട്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഓട്സും കൂടെ നമുക്ക് മിക്സിയിലേക്ക് ഇട്ടെടുക്കാം. ഓട്സ് വളരെ ഹെൽത്തിയാണ്. ഇനി നമുക്കത് ഒന്ന് നന്നായിട്ട് ഫൈൻ പൗഡർ ആവുന്നവരെ അടിച്ചെടുക്കാം. ഇപ്പം നല്ല ഫൈൻ പൗഡറായിട്ട് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പകുതി ഭാഗം മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത ശർക്കര ചേർക്കാം. ഇത് അത്യാവശ്യത്തിന് മധുരം ഉണ്ടാവും. ഇനി മധുരം ആവശ്യമുള്ളവർ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. 6 ഏലക്കായ തൊലി കളഞ്ഞത് ഒന്ന് പൊടിച്ച് ചേർക്കാം. ഇനി അതെല്ലാം നന്നായി മിക്സിയിൽ അടിച്ചെടുക്കാം. ഇപ്പൊ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച് പൊട്ടുകടലയും ഓട്സും കൂടെ ചേർക്കാം. ഇനി അതും കൂടെ ഒന്ന് നല്ല ഒരുമിച്ച് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ മറ്റൊരു ബൗളിലേക്ക് നമ്മൾ ഇടുകയാണ്. ഇപ്പൊ നല്ല ഏലക്കായുടെയും ശർക്കരയുടെയും ഒക്കെ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കൈകൊണ്ട് അത് നല്ല ബലമായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്കൊന്ന് ലഡുയുടെ ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. നന്നായിട്ട് ഓരോന്ന് ലഡു ഷേപ്പ് ആക്കി എടുക്കാം. നല്ല റൗണ്ട് ഷേപ്പിലാക്കിയിട്ടാണ് ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ലഡു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് ഷേപ്പ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഓട്സ് ലഡു റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.